അച്ഛൻ്റെ അമ്മയുടെയും ബർത്ത്ഡേക്ക് നമ്മ ഒരു സർപ്രൈസ് ടോപ്പ് പ്ലാനാണ് ഇട്ടേക്കണത്. ശരത്തേട്ടൻ, സിജോ, സഫാൻ അവന്മാരൊക്കെ അവിടെ, സഫാനും ശാലി ചേച്ചിയൊക്കെ ഉണ്ട്. അവരൊക്കെ അവിടെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. കൂട്ടത്തിൽ ഒടിയന്മാര് ഞങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ എന്ത് 12:30 പോയിട്ട് എന്തായാലും പിടിച്ചേ പൊളി പൊളിക്കാം ഗൈസ്. നായകൻ നമ്മടെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫാന്റെ അച്ഛൻ. ഇതാണ് സഫാൻ. സഫാന്റെ ഡയലോഗ് അടിച്ചിട്ടുണ്ടോ? അച്ഛന് പിന്നെ ഡയലോഗ് ഇല്ലേ? അച്ഛനമ്മയാണ് സീൻ. ഇവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ചാവൊക്കെ അടിച്ച് തലറിച്ചടക്കുന്ന ഒരു ചെക്കനാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നിങ്ങൾ ബീച്ചിൽ വന്ന സങ്കടം അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെയാണ്. ആ സമയത്ത് നിങ്ങൾ നോക്കുമ്പോ ഇവൻ മറ്റേ കൂട്ടുകാരായിട്ട് വരും. കൂട്ടുകാരുടെ സെറ്റപ്പില് സഫാന് അഭിനയിച്ച് കഞ്ചാവടിയെ പോലെ എന്റെ ഫേസ് ഇട്ടുള്ള നീ ഇവിടെ പറഞ്ഞേ. അച്ഛന്റെ വെള്ളടി പരിപാടിയൊക്കെ മാറ്റി വെച്ചിട്ടാണ് അച്ഛൻ ഫങ്കി ഫീറ്റിന്റെ ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ വേണ്ടി വന്നേക്കണം അല്ലേ? ഡെഡിക്കേഷന്. ഈ സാധനം ഞാൻ അഭിനയിച്ച ആദ്യം നീ വലിക്കണത് കാണും. സഫാനപ്പ മോറ് പോത്തുണ്ടാവില്ല. കസേരയൊക്കെ വെച്ചിട്ട് നാച്ചുറലാണ് അച്ഛാ. ഇതൊക്കെ ചെടിയല്ലേ, എന്തല്ലേന്ന് പ്രകൃതി തന്നെ സാധനമല്ലേ അച്ഛാ. ഒത്തന്റിക്കാണ്. ഒന്നുമില്ല, ഹാപ്പി ആയിട്ട് ഡയറക്ടർ പറഞ്ഞ ടൈമാണ്. ഞങ്ങൾ 5 ചായ ഇപ്പൊ കുടിച്ചു തീർക്കണം. ഒരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടേ ഞാൻ എന്തായാലും ലേറ്റസ്റ്റാ വരുവേന്നാണല്ലോ. വരണോന്ന് കാണട്ടെ. ആൾക്കൊരു കുറവില്ല. അസിസ്റ്റന്റ് ഡയറക്ടർ മാറി കാപ്പിയാ മൊത്തൊഴിക്കുള്ളൂ. ഒഴിക്കട്ടെ, ഞാൻ ചൂടുള്ള കാപ്പി മുഖത്തൊഴിക്കട്ടെ. സമയത്ത് കഥയൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യും. ക്ഷാമം കൊണ്ടുപോകുന്നു. പട്ടീനെ ഇടിക്കുമെന്നാണ് ക്ഷാമം പറയണ. മറ്റേ സൗണ്ട് ഉണ്ടാക്കി ഇവിടെ ഒന്നുമില്ല, വിട്ടുപോ. അവരാണെങ്കിൽ ഭൂലോക അഭിനയം അവിടെ ലോകാണ് ഇതാണെന്നൊക്കെ പറഞ്ഞത്. ഇവരെ നമ്മൾ ഇരുത്തിയേക്കാണ്. നമ്മൾ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് ഇവരിവിടെ ഇരുത്തിയേക്കാണ്. ഇവരഭിനയിക്കാന്നുള്ള മൂഡിലിരിക്കുകയാണ് ഇവിടെ. ശാലി ചേച്ചി കേക്കൊക്കെ ആയിട്ട് വരും. ഇവരതിനു വേണ്ടി സെറ്റ് ചെയ്തിരിക്കുകയാണ്. കറക്റ്റായിട്ടും ശാലി ചേച്ചിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരഭിനയിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവരെ വിളിച്ചെടുത്തേക്കണത് ഒരു വീഡിയോ ഉണ്ട്, അത് അഭിനയിക്കണമെന്ന് പറഞ്ഞാണ് ഇവരെ വിളിച്ചെടുത്തേക്കണത്. അപ്പോൾ രാത്രി ആളില്ലാത്ത സമയത്ത് വേണം എടുക്കാൻ. അതാണ് ഇപ്പോൾ വരുത്തിയേക്കണെന്നൊക്കെ പറഞ്ഞേക്കണം. റെഡിയല്ലേ അച്ഛാ? സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. മിണ്ടിയും പറഞ്ഞിരിക്കൂലേ ആ ഇതില്? ഓടാ എന്തൊക്കെയോ മിണ്ടിയും പറഞ്ഞിരിപ്പുണ്ട്. റൈറ്റിലോട്ട് അമ്മയുടെ അടുത്തോട്ട് നീങ്ങിയിരിക്കണം. അല്ല ഇപ്പൊ നോക്കിയിരുന്നാ മതി. ഞാൻ ബാക്ക് ഷോട്ട് കേട്ടാ. എന്താ പിന്നെ മാസിന് നടന്നു പോ. എന്താ മോനെ
വന്നിട്ടുണ്ട്, പക്ഷെ അവരത് അറിഞ്ഞിട്ടില്ല. നമ്മൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. റെഡിയല്ലേ? നീ ഒറ്റ ചെയ്യാനായിട്ട് വന്നാ മതി. ഒറ്റത്തടിയാ. നടന്നു വാ. റെഡിയാണോ? ഇവരങ്ങോട്ട് കൊണ്ടുപോകണം. ഇവരെടുത്ത് ഡയലോഗില്ല, എക്സ്പ്രഷനിലല്ലേ കാര്യം പോണത്. നീ എന്താ മോനെ കിവി ഐസ്ക്രീം. ഇനിയിപ്പോ എന്താ സീൻ എടുക്കുന്ന വെച്ചാ ഫസ്റ്റ് ആരെ എടുക്കണോ? ഇവരുടെ എടുക്കണോ? നടന്നു പോയിട്ട് അങ്ങനെയാണോ? ബാക്കിലാണോ? ബാക്ക് ഷോട്ടാണോ? അപ്പൊ നിങ്ങളവിടെ ഉണ്ടാവും. അല്ല, ആ വണ്ടിന്നാണ് മറ്റേ സാധനം സെറ്റ് ചെയ്യേണ്ടത്. അതല്ലടാ, ഇവന്റെ മറ്റേ സ്റ്റഫ് ടീംസ് അതവിടെയാണ്. എന്നിട്ട് നിങ്ങളെ കണ്ടിട്ട് ഇവരങ്ങോട്ട് നടന്നു തന്നെതാണ്. അപ്പൊ ഞങ്ങൾ നടന്ന് അങ്ങോട്ട് നിങ്ങൾ അവിടെ നിന്നോ, ഇനി ഇവരങ്ങോട്ട് നടക്കണ ഷോട്ട് എടുത്തോളാം. അവിടെ നിന്ന് ഞങ്ങൾ കോഡ് പറയും. കോഡ് മുനീറ് കണ്ണ് ജിമ്മെന്ന് പറയുമ്പോ ഷെഫ് കൈ തന്നെ. ഇവിടുന്ന് കണ്ടിട്ട് ഇവര് അങ്ങോട്ട് വന്ന സീനാണ്. നിങ്ങ അവിടെ നിന്നോ. അപ്പൊ ഇവരിവിടെ നിന്ന് കൊണ്ടുപോണ്. ബൂബുനെ മാറ്റണോട്ടാ. എടാ, ബൂബുനെ ചേച്ചിയുടെ കൊടുത്തേ ഒരു വീഡിയോ എടുക്കാണ്ട്. ബൂബുനെ ചേച്ചിയുടെ കൊടുത്ത് ചാലു. എന്താ അഭിനയം. നിങ്ങ അവിടെ പോയിന്നോ? ബാക്കൊക്കെ പിന്നെ നിക്ക് ഇവിടെ ഞാൻ പറയുന്നത് സംഭവം. ഇവര് ആ കാറിന്റെ ഏരിയയില് ഇവരവിടെ ഉണ്ടാവും. സഫാൻ മാത്രം അവിടെ മതി. നിങ്ങ ഇവിടെ മറ്റേ കളിച്ച് ചിരിച്ചിരിക്കണ പോലെ അല്ലേ? ബൂബുന് എന്ത് ചെയ്യപ്പാ? വന്നേ. വീണത് ഓടല്ലേ? എത്ര നാളെ ബൂബു കണ്ടിട്ട്? കൊച്ചിനെ മാറ്റി. അപ്പൊ ഈ കൊച്ചിനെ മാറ്റി. അപ്പൊ ഈ കൊച്ച കൺകളിരണ്ട കൺകളിരണ്ടാൽ എന്നെ കട്ടി എഴുത്തായി പോതാതെ. അപ്പൊ ഈ കൊച്ചിനെ കൊണ്ടോണ്ട് ബാഡാണല്ലോ. എന്റെ ചേച്ചിക്ക് ബുദ്ധിയുള്ളതുകൊണ്ടേ കാറിന്റെ ഉള്ളിൽ ഒരു കേക്ക് വെച്ചില്ലെന്നാ. കാറിന്റെ ഉള്ളിൽ കേക്ക് വെച്ചിട്ടില്ല. പിന്നെന്താ? ഗുണമുണ്ട്. കാറിന്റെ ഉള്ളിൽ കേക്ക് വെച്ചില്ല. പിന്നെന്ത് ചെയ്തു? ഇവിടെ വന്നിട്ട് എനിക്ക് പൊട്ടീനെ കൊണ്ട് കണ്ടിപ്പോ എന്തേലും പോയി. എനിക്ക് മനസ്സിലായില്ലേ? അതാണ് ഒരു കുടുംബത്തിലൊരു ബുദ്ധി ഇല്ലാത്ത മതി. പിന്നെ ഞാനിതൊന്നും കഴിഞ്ഞിട്ട് കാണാൻ നിൽപ്പുണ്ട്.
എടാ കൊച്ചിന് ഇട്ടിട്ട് അല്ല കൊച്ചിനെന്ത് ചെയ്യും? കൊച്ചിന് ഇപ്പൊ അവരുടെ കൈ കൊടുക്ക്. അമ്മയുടെ അച്ഛന് ഇടിച്ചോട്ടെ ഞാൻ. ബൂബു ബൂബു ആ എന്താണ് പറയാനുള്ളത്? ഇടിച്ചോട്ടെ മെഴുകുതിരി കത്തിക്കണത് ഞാൻ പറയും ആദ്യം കേക്കൊക്കെ കാണിച്ചിട്ട് നമുക്ക് മെഴുകുതിരി കത്തിച്ചിട്ട് മുറിപ്പിക്കാം. കാറിൽ കത്തിച്ച് വെച്ചിട്ട് വരല്ലേ നീ എന്തിനാ ഓടണേ? വേണ്ട വേണ്ട മോനെ. പേടിപ്പിച്ചാറുണ്ട്. കടിക്കല്ലേ പോയെ എനിക്ക് നാളെ വേറെ ഷൂട്ടുള്ളതാണ്. ബാക്കമോൺ അറിയോ? എനിക്ക് ബിസി ഷെഡ്യൂളാണ്. എനിക്ക് ഓർമ്മൊത്തുണ്ടാവൂല കേട്ടല്ല. ബിസി ഷെഡ്യൂളാണ്. ഒരു ഡയറക്ടറിന് ടൈം എന്ന് പറഞ്ഞാൽ 1 മണി 1:05 11 മണിക്ക് എത്താൻ പറഞ്ഞാണ്. 11 മണിക്ക് ഡയറക്റ്റീവ് ഓടാ ഷോട്ട് എടുക്കണം. റെഡി ഇതല്ലല്ലോ ഇത്. റെഡി എന്ന് പറഞ്ഞാൽ റെഡി ആയിട്ടിരിക്കണം കേട്ടാ. എവിടെ ഇല്ല മണ്ണോത്രേ ഉള്ളൂ. വീണ കഴിഞ്ഞ ദിവസം വിജയ് സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് എടാ മറ്റേ മാക്രോ സിനിമയിലാണ് അത് മറക്കാണ്ടിരിക്കാൻ എനിക്ക് അയച്ചിട്ട് കണ്ട. ഞാൻ നോക്കുമ്പില്ലേ വെറുതെ മാക്രോന്ന്. ഇതെന്താണ് ആ എന്തോ സീരിയസ് ആയിട്ട് പറഞ്ഞേ. പാതിരാത്രി എന്ന് പറഞ്ഞാണ് പട്ടാരാത്രി വിജയ് സോറി പട്ടാപ്പകൽ. അത് ഈ പട്ടാരാത്രിയൊക്കെ എന്ത് നല്ല ഇടിമിന്നലുണ്ട്. വിജയറാണ് സീരിയസ് ആയിട്ട് അത്ര പറഞ്ഞ ലാസ്റ്റ്. നീ കുറച്ച് മിണ്ടാണ്ടി. റെഡി ആ നടന്നോ റെഡി അതായത് ഞാൻ പറഞ്ഞുതരാം. അവിടെ ചെന്നിട്ട് നമ്മ കാറിനോട് നിൽക്കൂല. അപ്പൊ നമ്മിനെ പകച്ച് നിക്കണം. അതായത് അച്ഛൻ്റെ അടുത്ത് നീ പറഞ്ഞ കാറിനുള്ളിൽ ഒരു ഡെഡ് ബോഡി ആയിരിക്കും. പൊക്കുമ്പോ ഒരു നിങ്ങൾ തന്നെ പൊക്കണം. അങ്ങനത്തെ ഇതിലൊക്കെ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ നിങ്ങ നടന്ന് അങ്ങോട്ട് പോണം. നീ ഇപ്പൊ അങ്ങോട്ട് നടന്ന് അങ്ങോട്ട് പോകും. ആ ചുറ്റിപ്പറ്റി നിക്കണതാണ് ഷോട്ട്. ഇവര് കാണും. അപ്പൊ ഇവര് വരും. ഇവരെന്താ ചോദിക്കാൻ വേണ്ടി വരുമ്പോഴായിരിക്കും നമ്മൾ നിങ്ങൾ എന്നിട്ട് എന്താന്നുള്ളത്. അല്ല നിങ്ങൾ നടന്നിനി അങ്ങോട്ട് പോകും. നിങ്ങളുടെ ഷോട്ട് എടുക്കാന്ന് പറയാം. റെഡി ഷോട്ട് ഓക്കെ റെഡി. ഇവരുണ്ടല്ല ഇവര് നടന്ന് കാറിന്റെ അവിടെ പറ്റി. നീ എവിടെ നിന്നാണ് വന്ന മരഭൂതമേ? അച്ഛാ വേറൊരു ഐറ്റം കൂടി ഉണ്ട് കേട്ടാ. വേറൊരു സീൻ ഐറ്റം കൂടി ഉണ്ട് നമുക്ക്. ആ നടന്നോ റെഡി. ഒറ്റ ടേക്കില് കൊച്ചിനെ പിടി. ഇതിപ്പോ തന്നെ കഴിയും. ഇതിപ്പോ തന്നെ കഴിയും.
വാ 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 പെട്ടെന്ന് ഇറക്ക്. ഇതിനു കഴിഞ്ഞ പിന്നെ നാളെയാണ്. ഇതിന് പിന്നെയും കയറി വന്നത്. ആളിനെ കണ്ടൊക്കെ എത്ര നാളായി? ഇല്ലില്ല. ആ നടന്നോ. റെഡി. കട്ട് കട്ട് കട്ട്. ദിനമേടെ വീടിനടുത്ത് വീട് എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്ത് നിനക്ക് ശിക്ഷ. പടിഞ്ഞാറ് നിന്നൊരു മാടൻ കടിമാടൻ തനിമാന്തൻ നിനക്ക് ശിക്ഷ. ദിനമേടെ വീടിനടുത്ത് വീട് എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്ത്. ദിനമേടെ വീടിനടുത്ത് വീട് എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്ത്. ദിനമേടെ വീടിനടുത്ത് വീടിനടുത്ത് വീടിന് റെഡി ആക്ഷൻ. അടുത്തോട്ടൊന്നു എന്താ പറയുക എന്നുള്ളത് ചോദിക്കാം. അപ്പൊ ഇവരെന്താ ചിരിക്കല്ലേ? ഇല്ല ഇവിടെ മതി. ഇവിടെ നിങ്ങളുടെ മോൻ ഒരടി മുഖത്ത് കൊടുക്കത്തോളൂ. ചിരിക്കാണ്ടിരുന്നാ മതി, ചിരിക്കാണ്ടിരുന്നാ മതി. ഞാൻ ഡയലോഗ് പറയാത്ത അതുകൊണ്ടാണ്. നിങ്ങൾ നാച്ചുറൽ എന്താണ് പറഞ്ഞോളൂ അത് പറഞ്ഞു പോട്ടെ. കൊറേ ഷോർട്ടായിട്ടാ. റെഡി ആക്ഷൻ. അച്ഛൻ ദേഷ്യപ്പെട്ട് എന്താന്നുള്ള കാറിൽ കലിപ്പാവ് 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 കലിപ്പാവ്. വണ്ടി എടുത്താല വണ്ടിയിലേക്ക് വണ്ടി എടുത്ത് അതിൽ സപ്പോർട്ട് ഉണ്ട് പടക്ക്. സഫാൻ പെട്ടെന്ന് ഇല്ലില്ല ഒന്നുമില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. സർപ്രൈസ് പൊട്ടിച്ച കള്ളപ്പന്നി. പക്ഷെ എന്നാലും സർപ്രൈസ് ആയില്ലേ? കേക്ക് മേടിച്ചിട്ടുണ്ട്, ഡ്രസ് വാങ്ങിച്ചിട്ടുണ്ട്. സർപ്രൈസ് ആണ് പക്ഷെ സർപ്രൈസ് ആണ്. കുരിപ്പുണ്ടല്ലോ അതാ കുരിപ്പ്. അതിന്റെ ഒരു കുറവുണ്ടായി. മണാലിയ മണാലിയ നമുക്കുണ്ട്. എടുത്തോളാ. എടുക്കൂടാ എടുക്കൂടാ നിന്നെ. എന്താണ് നമ്മള് വണ്ടി ഓട്ടണ തന്നെ. ഇത്ര പോരെ
ഇല്ല ഇനി കളയണം. കളഞ്ഞോ? റിസ്ക് എടുക്കണം തന്നെ. എന്ത് ആ ഇത് കളഞ്ഞാൽ അടിത്ത പൊട്ടി മുറിക്കട്ടെ. മുറിക്കണ ആ പഠിച്ചോ പഠിച്ചോ. വായോർക്ക് ഹാപ്പി ബർത്ത്ഡേ അടിക്കട്ടോ. സാഹചര്യം നമുക്കെതിരാണ്. അതെ, ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റുന്നില്ല. അതെ, സ്റ്റോറേജ് ഫുൾ ആവുന്നു. നമ്മ വേറെ വീഡിയോ മേനെ അല്ലെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത വ്ളോഗുകളൊക്കെ ഫുൾ 4K റെസല്യൂഷനില് വരുന്നതായിരിക്കും. നോ ഇന്ററപ്ഷൻ. ഇവിടെ ഒരു കാര്യം പറയണ്ടില്ല. അപ്പൊ അടുത്ത വ്ളോഗുമായി അത് കറയാണ്, പക്ഷെ അഴുക്കല്ല. നിങ്ങളുടെ എല്ലാരും സ്വഭാവം ഇങ്ങനെയാണോ? ആ ഗേസിലേക്ക് സ്വഭാവം അടിച്ചതിനാ കൊടുത്താ കൊല്ലത്ത് കിട്ടുന്ന